കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളുടെ അവലോകനത്തിനായി ചേർന്ന CPIM പോളിറ്റ് ബ്യൂറോ ഇന്ന് അവസാനിക്കും. അടുത്ത മാസം ചേരുന്ന പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ അവതരിപ്പിക്കേണ്ട അവലോകന റിപ്പോർട്ടിന് പോളിറ്റ് ബ്യൂറോ യോഗം അന്തിമ രൂപം നൽകും. തെറ്റുതിരുത്തൽ നടപടികൾ സംബന്ധിച്ചുള്ള അവലോകനവും യോഗത്തിലുണ്ടാവും. നോബിൾ മാരിക്കാരൻ നൽകും വിശദാംശങ്ങൾ. നോബിളി, റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ അതെന്തൊക്കെയാണ്, ചർച്ചയിൽ ഉണ്ടായത്, മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? കീർത്തന, CPIMന്റെ പോളിറ്റ് ബ്യൂറോ യോഗം ഇന്നിപ്പോൾ രണ്ടാം ദിവസം തുടരുകയാണ്. ഇന്നിപ്പോൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കേരളം അടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ അവലോകനം തന്നെയാണ്. ഈ അവലോകനവുമായി ബന്ധപ്പെട്ട് അന്തിമ റിപ്പോർട്ട് അടക്കം തയ്യാറാക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അടുത്ത മാസം 11, 12, 13 തീയതികളിൽ കേന്ദ്ര കമ്മിറ്റി യോഗം നടക്കുന്നുണ്ട്. ആ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കേണ്ട റിപ്പോർട്ട് അടക്കം ഇന്നിപ്പോൾ പൂർത്തിയാക്കും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങളൊക്കെ എന്താണെങ്കിലും ഉയരുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച ഈ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചർച്ച ഇപ്പോഴും തുടരുന്നുണ്ട്, ഇന്നും തുടരും എന്ന കാര്യമാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം MP ഗോവിന്ദനുമൊക്കെതിരെ സംസ്ഥാനത്ത് പല കമ്മിറ്റികളിലും ഭൂരിഭാഗം കമ്മിറ്റികളിലും വലിയ വിമർശനങ്ങൾ ഉയർന്നതൊക്കെ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ അതൊന്നും പൂർണ്ണമായും ഈ സംസ്ഥാന സെക്രട്ടറി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ ഇല്ല എന്നാണ് വിവരം ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ PBയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്താണെങ്കിലും PB യോഗം ഇന്നിപ്പോൾ അവസാനിക്കുകയാണ്. പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും ഒരുപക്ഷെ PB യോഗത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിൽ പ്രത്യേകിച്ച് കേരളമാണ് CPIMന് സംസ്ഥാനത്ത് അധികാരം ഉണ്ടായിരുന്ന ഏക സംസ്ഥാനം. അവിടെ അധികാരം നഷ്ടപ്പെട്ട സാഹചര്യമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വിമർശനം എന്താണെങ്കിലും സംസ്ഥാന നേതൃത്വത്തിന് ഉയരും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലത്തെ നടന്ന PB യോഗത്തിലും സമാനമായ ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു എന്ന വിവരമുണ്ട്. ഇന്നിപ്പോൾ അതിൽ രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. എന്താണെങ്കിലും നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞുള്ള പ്രതികരണങ്ങൾ, വിമർശനങ്ങൾ യോഗത്തിൽ ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നും ഇപ്പോൾ തുടരും. ഒപ്പം മറ്റ് പ്രധാനപ്പെട്ട നീറ്റ് അടക്കമുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. നീറ്റ് വിഷയം, അതോടൊപ്പം തന്നെ നിലവിൽ വിവിധ പാർട്ടികളെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഉള്ള BJP നീക്കം അടക്കമുള്ള വിഷയങ്ങളും PB യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരും എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിലത്തെ സാഹചര്യം, മൊത്തത്തിലുള്ള രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യം ചർച്ചയും ഒപ്പം മറ്റ് കേന്ദ്രക്കാരനെതിരായ പ്രതിഷേധ പരിപാടികളും PB ആലോചിക്കും എന്ന് മനസ്സിലാക്കുന്നു. ശരി, നോബിൾ മാരിക്കാരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.